ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. ആൻഡ് ബൈ ദ വേ, ഞാൻ പറയാൻ വിട്ടുപോയി, ഞങ്ങളിപ്പോൾ ഉള്ളത് ആൻറ്റിൻ്റെ വീട്ടിലാണ്. അതായത് പപ്പൻ്റെ സിസ്റ്റർ വീട്ടിലാണ്. നമ്മളിവിടെ ഒരു ദിവസം സ്റ്റേക്ക് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ആൻറ്റിൻ്റെ വീട്ടിലുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ് നിങ്ങളിന്ന് കാണാൻ പോണത്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് നല്ല അടിപൊളി നൂൽപുട്ടും പിന്നെ ചിക്കനും പൊട്ടാറ്റോസൊക്കെ ഇട്ടിട്ടുള്ളൊരു കുറുമയാണ് ഉണ്ടാക്കിയത്. നൂൽപുട്ട് എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിലൊക്കെ ഇടിയപ്പം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അങ്ങനെ നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ കുറച്ചു നേരം പുറത്ത് വന്നിരുന്നു. അപ്പോഴേക്കും ഇതാ കിച്ചണിൽ നല്ല ബിരിയാണീൻ്റെ മണം വരുന്നുണ്ട്. കിച്ചണിൽ പോയി നോക്കിയപ്പോൾ നല്ല അടിപൊളി കുക്കർ ബിരിയാണി അവിടെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിതിൻ്റെ ഒരു ഷോർട്സ് വീഡിയോ മുന്നിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നല്ല റെസ്പോൺസ് അതിന് കിട്ടിയിട്ടുണ്ടായത്. ഇന്നലെ രാത്രി തുടങ്ങിയതാണ് കേട്ടോ ഈ നൂലും കോലും തമ്മിലുള്ള യുദ്ധം. സംഭവം ഞാനൊന്ന് ക്രോഷ്യ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ദിലൂന് നല്ല അടിപൊളിയായിട്ട് ക്രോഷ്യ ചെയ്യാൻ അറിയാം കേട്ടോ. ഓക്കൊരു പേജൊക്കെ ഉണ്ട്, ഞാനിവിടെ താഴെ മെൻഷൻ ചെയ്യാം. ക്രോഷ്യ മാത്രമല്ല, കസ്റ്റമൈസ്ഡ് ഡ്രീം ക്യാച്ചേഴ്സും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓളെ പേജിൽ കയറി ഒന്ന് DM ചെയ്താൽ മതി. ആൻറ്റിൻ്റെ വീടുള്ളത് ഒരു പുഴയുടെ അടുത്താണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര റിലാക്സ്ഡ് ആൻഡ് ഭയങ്കര നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ മൊത്തത്തിൽ. ഈ ഒരു ജീവിൻ്റെ പേര് അറിയുന്നോല് കമൻറ്റ് ചെയ്യട്ടോ. താഴെ നോക്കട്ടെ എത്ര പേർക്ക് അറിയാം. അപ്പോൾ അതാ ഇവിടെ മീൻ പിടിക്കാനുള്ള പുതിയ ട്രിക്കുകളൊക്കെ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇന്ന് വെള്ളം നല്ല കലങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ മീനൊന്നും കിട്ടിയിട്ടില്ല. ഇവിടുന്ന് സൺറൈസ് ഒക്കെ കാണലുണ്ട് എന്നാണ് ആൻറ്റി പറഞ്ഞത്. പക്ഷെ ഞാൻ ഇപ്പോഴാട്ടോ അറിഞ്ഞത്. നേരത്തെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ എടുത്ത് കാണിച്ചു തരേനി. അങ്ങനെ പറഞ്ഞ് നമുക്ക് ചോറ് കഴിക്കാനുള്ള സമയമായി. ഇന്നത്തെ സ്പെഷ്യല് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്ന് ഫുഡ് കഴിക്കാനാണ്. ഈ ഒരു ബിരിയാണിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ ലെസ് എമൗണ്ട് ഓഫ് ഓയിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ ഉള്ളവർക്കും അല്ലെങ്കിൽ ഹെൽത്ത് നോക്കുന്ന ആൾക്കാർക്കൊക്കെ വളരെ ധൈര്യത്തിൽ കഴിക്കാൻ പറ്റിയ ഒരു ബിരിയാണിയാണ് കേട്ടോ ഇത്. അങ്ങനെ വൈകുന്നേരമായപ്പം നല്ല അടിപൊളി ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നു. സോ നമ്മളെ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. സോ സീ യു സൂൺ വിത്ത് അനദർ വീഡിയോ. അൻറ്റിൽ ദെൻ ബൈ.